നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രക്രിയ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനിയും തിരഞ്ഞെടുപ്പ് നടക്കേണ്ടതായിട്ടുള്ള ഇടങ്ങളുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണ ഉത്തർപ്രദേശിലെ വാരണസിയിൽ നിന്നാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അതിനായി അദ്ദേഹം നാമനിർദ്ദേശ പത്രിക കഴിഞ്ഞ ദിവസം സമർപ്പിക്കേണ്ടായി. വലിയ രീതിയിൽ ആഘോഷപൂർവ്വമായിട്ടായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അദ്ദേഹം എത്തിയത്. BJPയുടെ മുതിർന്ന നേതാക്കന്മാരെല്ലാം അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. മോദി നാമനിർദ്ദേശിക പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് ആസ്തി, അതുപോലെ തന്നെ മറ്റു ചില വിവരങ്ങളൊക്കെ അദ്ദേഹം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. 3.02 കോടിയുടെ ആസ്തിയുണ്ടെന്നാണ് അദ്ദേഹം ഈ സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 52,920 രൂപയാണ് കയ്യിൽ പണമായുള്ളത്. സ്വന്തമായി വീടോ കാറോ ഇല്ല. 80,304 രൂപ SBIയുടെ ഗാന്ധിനഗർ വാരണാസി ശാഖകളിലെ അക്കൗണ്ടുകളിലുണ്ട്. SBIയിൽ സ്ഥിര നിക്ഷേപമായി 2.86 കോടി രൂപയുണ്ട്. കൂടാതെ NSC അതായത് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിൽ 9 ലക്ഷം രൂപയുമുണ്ട്. 2.5 ലക്ഷം രൂപ വിലമതിക്കുന്ന 4 സ്വർണ്ണ മോതിരങ്ങൾ അദ്ദേഹത്തിനുണ്ട്. 2018-2019 സാമ്പത്തിക വർഷത്തിലെ 11.14 ലക്ഷത്തിൽ നിന്നും 2022-2023 വർഷത്തിൽ പ്രധാനമന്ത്രിയുടെ വരുമാനം 23.5 ലക്ഷമായി വർദ്ധിച്ചു. ശമ്പളവും നിക്ഷേപത്തിൽ നിന്നുള്ള പലിശയുമാണ് പ്രധാന വരുമാന മാർഗം. 1978 ഡൽഹി സർവകലാശാലയിൽ നിന്ന് BA ബിരുദവും 1983 ഗുജറാത്ത് സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ടെന്ന് ചൊവ്വാഴ്ച സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു ക്രിമിനൽ കേസും അദ്ദേഹത്തിന്റെ പേരിൽ ഇല്ല എന്നാണ് സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായി തിങ്കളാഴ്ച 6 കിലോമീറ്റർ റോഡ് ഷോ നടത്തിയിരുന്നു. 2019 4,79,505 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു മണ്ഡലത്തിൽ മോദിക്ക് കിട്ടിയത്. 2014 3,71,784 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കിട്ടിയത്. ജൂൺ 1 വാരണസിയിലെ വോട്ടെടുപ്പ് ഏവരും ഉറ്റുനോക്കുകയാണ്. ഉത്തർപ്രദേശിലെ വാരണസി ലോക്സഭാ സീറ്റിൽ 3ാം ജയം ലക്ഷ്യമിടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ശക്തി പ്രകടനമാക്കി മാറ്റി BJP. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ എന്നിവരെ കൂടാതെ 25 NDA കക്ഷി നേതാക്കളും പത്രികാ സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്തു. 7ാമത്തെയും അവസാനത്തെയും ഘട്ടമായ ജൂൺ 1 വാരണാസിയിൽ വോട്ടെടുപ്പ്. പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായി രാവിലെ 9 ഗംഗാതീരത്തെ ദശാശ്വമേധ ഘട്ടിലും കാലഭൈരവ ക്ഷേത്രത്തിലും മോദി പ്രാർത്ഥിച്ചു. ഗംഗാ സപ്തമി ദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. നദിക്കരയിൽ അദ്ദേഹം ആരതി ഒഴിഞ്ഞു. 11:45 നീല ജാക്കറ്റും ഫുൾ സ്ലീവ് വെള്ള കുർത്തയും ധരിച്ച മോദി വാരണാസി ജില്ലാ മജിസ്ട്രേറ്റ് ഓഫീസിലെത്തി. അയോധ്യ രാമക്ഷേത്ര തറക്കല്ലിടലിനും രാം ലല്ലയുടെ പ്രതിഷ്ഠയ്ക്കും മുഹൂർത്തം കുറിച്ച ഗണേശ്വർ ശാസ്ത്രി ദ്രാവിഡ്, OBC വിഭാഗത്തിൽ നിന്നുള്ള ബിസിനസ് പ്രമുഖനും BJP പ്രവർത്തകനുമായ ലാൽചന്ദ് കുശ്വാഹ, BJP ജില്ലാ യൂണിറ്റ് ജനറൽ സെക്രട്ടറിയും ദളിത് നേതാവുമായ സഞ്ജയ് സോങ്കർ, സേവാപുരിയിൽ നിന്നുള്ള ബൈജ്നാഥ് പട്ടേൽ എന്നിവരും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രിയെ അനുഗമിച്ചു. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, ഹർദീപ് സിംഗ് പുരി എന്നിവർക്ക് പുറമെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ, മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സാക്മ, TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു, ലോക് ജനശക്തി പാർട്ടി നേതാവ് ചിരാഗ് പാസ്വാൻ, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി നേതാവ് പ്രഫുൽ പട്ടേൽ, ജനസേന പാർട്ടി അധ്യക്ഷൻ പവൻ കല്യാൺ, ഹിന്ദുസ്ഥാനി അവാം മോർച്ച നേതാവ് ജിതൻ റാം മാഞ്ചി, തമിഴ് മാനില കോൺഗ്രസ് അധ്യക്ഷൻ GK വാസൻ, പട്ടാളി മക്കൾ പാർട്ടി പ്രസിഡന്റ് ഡോക്ടർ അൻപുമണി രാംദാസ് തുടങ്ങിയ നേതാക്കളും ചടങ്ങിനെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.